ഈ വീഡിയോയിൽ പാകിസ്ഥാന്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇസ്രായേൽ ഇന്ന് നിർണായകമായിട്ടൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയ്ക്കുള്ളിൽ നിന്ന് ഇസ്രായേലിന്റെ അടുത്ത് ഒരുപാട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പല മൈനോറിറ്റി ഗ്രൂപ്പുകളും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഡ്രൂസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ അലാവിറ്റ് സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ, ഗ്രൂപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഇസ്രായേലിന്റെ ഹെൽപ്പ് കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ഇവരാരും തന്നെ ഒരു ഇസ്ലാമിക് രാജ്യത്തിന്റെ ഹെൽപ്പ് കിട്ടുമോ എന്ന് ചോദിക്കുന്നില്ല. ഈവൻ ഈ അലാവിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷിയാക്കൾ പോലും ഇറാന്റെ സപ്പോർട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നില്ല. കാര്യം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു HTS എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദ കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ആൾക്കാർ. കാര്യം അവർക്ക് അറിയാം അവരെ കൊണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാല്, ഇസ്രായേലിന്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാല് ഇസ്രായേൽ എന്ത് ചെയ്തു എന്നുള്ളതിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പോയി ഇസ്രായേലിൽ ഓരോരുത്തർക്കും പേ അറ്റൻഷൻ കൊടുത്ത് അവിടെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ അൽ ഷാറ എന്ന് പറഞ്ഞ ഈ ഒരു HTSന്റെ നേതാവിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആക്രമണം, അതായത് ഇസ്ലാമിക് ജിഹാദുകളുടെ ഹെഡ് ഓഫീസ്, ഈ ഒരു ഹെഡ് ഓഫീസിനെയാണ് ഇസ്രായേൽ ഇന്ന് ആക്രമിച്ചിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ആക്രമണമാണെന്ന് പറയുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന്റെ ചുറ്റുപാട് എങ്ങും ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള തീവ്രവാദ ഓഫീസുകളും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ചില്ലറ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് തീവ്രവാദികൾക്കും തലപ്പത്തിരിക്കുന്ന ഒരു ഓഫീസാണ്. പല തീവ്രവാദ സംഘടനകളും, ശരിക്കും പറഞ്ഞാൽ ബ്രദർഹുഡിന്റെ ഹെഡ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ഒരു ഓഫീസാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഈ സിറിയയിലെ HTSന് കൊടുക്കുന്ന താക്കീതായിട്ടാണ് ഈ ഒരു മെസ്സേജ്. മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇസ്രായേൽ താക്കീത് നൽകി എന്ന് പറഞ്ഞുകൊണ്ട്. മിനിഞ്ഞാന്ന് വെർബലി താക്കീത് കൊടുത്ത്, ഇന്നലെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് നമ്മളുടെ അതിർത്തി നിർണ്ണയിച്ചുകൊണ്ടുള്ള ഒരു വളരെ താഴ്ന്ന് പറന്ന് കാണിച്ച് അവർക്കൊരു സൂചന നൽകി. ഇന്ന് ഇതാ അറ്റാക്ക് തന്നെ നടത്തിയിരിക്കുകയാണ്. ഡമാസ്കസിന്റെ ഉള്ളിൽ തന്നെയാണ് അറ്റാക്ക്. ആരെങ്കിലും കൊല്ലപ്പെട്ടോ, ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടോ, ഇനി എത്ര പേര് മരണപ്പെട്ടോ, ഇതിന്റെ വാർത്തകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു അറ്റാക്ക്, അതും ഈ ഒരു ആസ്ഥാനത്തിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ ഞാൻ തരാം. ഇവിടെ പാകിസ്ഥാനെ കുറിച്ചുള്ള അപ്ഡേറ്റ് പറയാനാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ പല രീതിയിലുള്ള കള്ളവാർത്തകൾ, ഫേക്ക് ന്യൂസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പാകിസ്ഥാൻ ആർമി പറയുന്നത് 150 പേരെ നമ്മൾ റെസ്ക്യൂ ചെയ്ത്, 150 പേരെ പാകിസ്ഥാൻ ആർമി റെസ്ക്യൂ ചെയ്തെന്നാണ് പറയുന്നത്. 150 പേരെ ഇവർ റെസ്ക്യൂ ചെയ്തതല്ല, 150 പേരെ ഈ ബലൂചിസ്ഥാൻ ആർമിയിൽ തന്നെ ആദ്യമേ തന്നെ ട്രെയിൻ ക്യാപ്ചർ ചെയ്ത സമയത്ത് തന്നെ ഇവര് രക്ഷപ്പെടുത്തി വിട്ടതാണ്, പുറത്തു വിട്ടതാണ്. ഈ പുറത്തു വിട്ട ആൾക്കാർ അവിടെ ഒരു ടെന്റിനകത്ത് ഉണ്ടായിരുന്നു, അവരെയാണ് ഇവർ പോയി എടുത്തുകൊണ്ട് വന്നത്. ആ 150 പേരുടെ കണക്കാണ് പാകിസ്ഥാൻ ആർമി പറയുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ആർമി എവിടെയും പോയി പിടിച്ചുകൊണ്ട് വന്നല്ല. പിന്നെ ബാക്കിയുള്ള ഈ ഒരു ആർമി ഓഫീസർ ആയിട്ടുള്ള ആൾക്കാർ, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ ബലൂചിസ്ഥാൻ ആർമി മൗണ്ടൻ, അത് മലം പ്രദേശങ്ങളിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവരെ അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും കള്ള വാർത്തകളും ഫേക്ക് ന്യൂസസ് മാത്രമേ വരുള്ളൂ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയുമായിട്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ എത്രമാത്രം ഫേക്ക് ന്യൂസസ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിറ്റ്നസ്ഡ് ആണ്. വിറ്റ്നസ് മുന്നിൽ നിൽക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ വാർത്ത സത്യസന്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പാകിസ്ഥാൻ ആർമി എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ക്യാപ്റ്റീവിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ഈ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്ക് 100-150 ആൾക്കാരെ രക്ഷപ്പെടുത്തി, 200 ആൾക്കാരെ രക്ഷപ്പെടുത്തി, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ 400 പേരിലധികം ആ ട്രെയിനിൽ ഉണ്ടായിരുന്നല്ലോ. അവിടെ കണക്ക് എവിടെയും ടാലി ആവുന്നില്ല. 100 പേരിലധികം ആൾക്കാരെ ഈ BLA ഓൾറെഡി തന്നെ മലമ്പ്രദേശത്ത് കടത്തി വെച്ചിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഇവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എവിടെയാണ് പാകിസ്ഥാൻ ആർമിയുടെ പരാജയം എന്ന് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യം നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ക്വറ്റ എന്ന് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് സ്റ്റാർട്ടായി വരുന്ന ട്രെയിൻ ഈ ഒരു ബലൂചിസ്ഥാൻ മേഖല കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കയറാണ്. ആ ടണലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെയാണ് ഇവര് ഈ ഒരു ട്രെയിൻ പാളം നീക്കി വെച്ചത് ട്രെയിൻ കമന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു ടണൽ ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. കാര്യം ഇവർക്ക് കൃത്യമായി ആൾക്കാരെ ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവർ ആ ടണൽ ചൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ട്രെയിനിനകത്ത് ഇന്റലിജൻസ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ കൊറ്റ എന്ന് പറഞ്ഞ ഭാഗത്ത് യാത്ര ചെയ്യുന്ന ട്രെയിനുകൾക്കെല്ലാം ഈ ഒരു ട്രെയിനിൽ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടും. എന്നാലും അവർക്ക് ഇന്റലിജൻസ് വീഴ്ചയായിട്ട് തന്നെയാണ് ഇതിനെ കരുതാൻ പറ്റുന്നത്. അപ്പൊ ഇവരെ 150 പേരെ റെസ്ക്യൂ ചെയ്തെന്ന് പറയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ഇത് ഇവരെ വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇത് സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇവർ വേണ്ട എന്ന് പറഞ്ഞിട്ട്, സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് ആ റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തിന് ഉപേക്ഷിച്ചിട്ട് പോയ ആൾക്കാരെ ഇവർ റെസ്ക്യൂ ചെയ്തിട്ടാണ് ഈ ഒരു 150 പേര് രക്ഷപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ രണ്ടാമത് പറയുന്ന കാര്യം, ഗ്ലോബലി തന്നെ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആക്രമണത്തിന് ആരും തന്നെ തീവ്രവാദ ആക്രമണമായിട്ട് ചിത്രീകരിച്ചൊരു വാർത്ത വരുന്നില്ല എന്നുള്ളതാണ്. 1-2 വളരെ വിരളമായിട്ട് വന്നാലായി, ഞാൻ കണ്ടിട്ടില്ല.
പക്ഷെ തീവ്രവാദ ആക്രമണമായിട്ട് ഗ്ലോബലി തന്നെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല ആരും. ഇതെല്ലാം ഒരു റിബൽ ഗ്രൂപ്പിന്റെ ആക്രമണങ്ങളായിട്ട് മാത്രമാണ് ഇതിനെ പൊതുവിലെ വിലയിരുത്തുന്നത്. ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ് പോലും, ഇവരുടെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ബംഗ്ലാദേശ് പോലും ഇതിനെ ഒരു തീവ്രവാദ ആക്രമണമായിട്ട് കാണുന്നില്ല. അവർ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ കാണുന്നത് പോലെ ഒരു വാർത്ത ഇല്ല എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാൻ ആർമിയുടെ 2 ഹെലികോപ്റ്റർ ഇവർ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഈ BLA ആർമി ഇവര് അടിച്ചു വീഴ്ത്തിയത് ഇവര് മിസൈലാണ്, ഈ ഷോൾഡറിൽ വെച്ച് യൂസ് ചെയ്യുന്ന മിസൈൽ വെച്ചിട്ടാണ് ഇവര് ഹെലികോപ്റ്ററിനെ അടിച്ചു വീഴ്ത്തിയത്. 2 ഹെലികോപ്റ്റർ എന്നാണ് പറയുന്നത്, പക്ഷെ ഒരെണ്ണം അടിച്ചു വീഴ്ത്തിയതിന്റെ ഫൂട്ടേജസ് വെളിയിൽ അവൈലബിൾ ആണ്, മറ്റൊരെണ്ണത്തിന്റെ അവൈലബിൾ അല്ല. അപ്പൊ പൊതുവെ ഒന്ന് എന്തായാലും കൺഫേം ആണ്, പക്ഷെ 2 എന്നാണ് വാർത്ത പൊതുവിൽ വരുന്നത്. 2 ഹെലികോപ്റ്ററെ, അത് പാകിസ്ഥാൻ ആർമിയുടെ ഹെലികോപ്റ്റർ ഈ BLA ആർമിയിൽപ്പെട്ട ആൾക്കാരെ അടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ BLA ആർമിയിൽ ഇവർ 3 കാറ്റഗറി ആയിട്ടാണ് ഇവരുള്ളത്. ഫത്തേഹ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ഉണ്ട്, എറ്റോസ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ഉണ്ട്, അതിലുപരിയായിട്ട് മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു ബ്രിഗേഡ് ഉണ്ട്. ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്നത് മറ്റേ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവര് പോയി പൊട്ടിത്തെറിച്ച് അവരെ ഇല്ലാതാകുക എന്നുള്ള ആ ടീമുകളാണ് ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 സ്ക്വാഡുകളും അങ്ങനെയല്ല, അവർ പക്ക മിലിറ്ററി ഓർഗനൈസേഷൻ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനം ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മജീദ് ബ്രിഗേഡിൽപ്പെട്ട ഏതാണ്ട് 10ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ വാർത്ത വരുന്നത്. പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരായിട്ടുള്ള 60 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ 30 പേരെന്നാണ് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ 30 പറഞ്ഞെങ്കിൽ നിങ്ങൾ 30x3 അങ്ങ് ഗുണിച്ചങ്ങ് കൂട്ടിയാൽ മതി. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. കള്ളമല്ലാതെ അവർ വേറെ ഒന്നും പറയത്തില്ല. കാര്യം അവർക്ക് അഭിമാനം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ ഫേക്ക് നറേഷൻ സെറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി. അപ്പൊ അവരങ്ങനെ പറയത്തുള്ളൂ. 60 മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഈ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്. ഇതുവരെ റെസ്ക്യൂ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടില്ല. ഇവര് വെളിയിൽ വിടുന്നതെല്ലാം ഫേക്ക് നറേറ്റീവ് ന്യൂസുകളാണ്. പിന്നെ ഈ എറ്റോസ് എന്ന് പറഞ്ഞ ആ സ്ക്വാഡാണ് ഈ ട്രാക്ക് റിമൂവ് ചെയ്തത് കേട്ടോ. അതായത് ഈ തുരങ്കത്തിനുള്ളിൽ ഈ ഒരു തുരങ്കത്തിനുള്ളിൽ ട്രെയിൻ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഈ ട്രാക്ക് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചതിന്റെ പ്രധാനപ്പെട്ട പണി ചെയ്ത ആൾക്കാർ എറ്റോസ് സ്ക്വാഡിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആക്രമണമായിട്ട് നടത്തിയത് ഈ ഫത്തേഹ് സ്ക്വാഡ് എന്ന് പറഞ്ഞ ആ സ്ക്വാഡിലുള്ള ആൾക്കാരാണ്. ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്ത് ആ ഒരു ട്രെയിനിനെ തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ മജീദ് ബ്രിഗേഡിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ട്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ അതിനുള്ളിലുള്ള ആൾക്കാരെ ഇവര് ഓൾറെഡി തന്നെ മൗണ്ടൻ സൈഡിലേക്ക് BLA കൺട്രോൾഡ് ഏരിയയിലോട്ട് ഈ ആൾക്കാരെ, ഈ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ, ഇവർ ഉദ്ദേശിക്കുന്ന ഈ 100 പേരെയൊക്കെ മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോ പാകിസ്ഥാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് ഓപ്പൺ ആയിട്ട് ചർച്ച നടത്താൻ പറ്റത്തില്ല. ചർച്ച നടത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ BLA എന്ന് പറഞ്ഞൊരു ആർമി ട്രൂപ്പിനെ ഇവർ ഒഫീഷ്യലി അംഗീകരിക്കുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ഗ്ലോബൽ റെക്കഗ്നേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ BLA ആർമിയുമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുക എന്നുള്ളത്. അത് പാകിസ്ഥാനും പാകിസ്ഥാന്റെ ആർമിക്കും നല്ല ക്ഷീണം ചെയ്യും. പാകിസ്ഥാന്റെ ഇതുവരെ വെച്ചിരുന്ന ഒരു കിരീടമുണ്ട്, അത് ഞങ്ങൾ ന്യൂക്ലിയർ പവർ ആണ്, ഞങ്ങൾ ഭയങ്കര മിലിറ്ററി ഓർഗനൈസേഷൻ ആണെന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. ആ സോ കോൾഡ് കിരീടം ഉടഞ്ഞ് താഴെ വീഴുന്ന ഒരു അവസ്ഥയാവും. ഇതൊക്കെ കൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ്. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ ആർമിയുടെ ഉള്ളിലുള്ള കുഴപ്പങ്ങൾ, ആർമിയുടെ ഇന്റർണൽ ഇഷ്യൂസ് ആണ് ഇതിന്റെ കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പല ആൾക്കാരും പാകിസ്ഥാന്റെ ഉള്ളിൽ മീഡിയയിൽ നിന്ന് തന്നെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ പലരുടെയും ചർച്ച കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അവർ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആർമിയുടെ ഉള്ളിൽ അവർ നടത്തിയിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് റെജിമെന്റ് ഉണ്ട്. 4 റെജിമെന്റ് ആണ് ഈ ഒരു പാകിസ്ഥാൻ ആർമിയിലുള്ളത്. ഈ 4 റെജിമെന്റിൽ നോർത്തേൺ സൈഡിലുള്ള റെജിമെന്റ് പഷ്തൂൺ റെജിമെന്റ് ആണ്. നോർത്തേൺ സൈഡിൽ ഇവരെയാണ് പണ്ട് ഈ കശ്മീരിന്റെ ഉള്ളിലൊക്കെ കയറ്റി വിട്ടത്. അത് കിങ് രാജ ഹരിസിംഗിന്റെ ടൈമിലൊക്കെ കശ്മീരിന്റെ സൈഡിൽ ഈ പഷ്തൂണുകളാണ് കയറി വന്നത് ആദ്യം. ഈ ഒരു പഷ്തൂൺ റെജിമെന്റ് ഉണ്ട്. ഇപ്പൊ ഈ പഷ്തൂൺ റെജിമെന്റിന് തന്നെ ഈ ഒരു ആർമിയിൽ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി ഇല്ല. കാര്യം എന്താണ്, അവർ തന്നെ പഷ്തൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് വേണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആൾക്കാരാണ്. അതിലുപരിയായിട്ട് ഇവരുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ ഈ പാകിസ്ഥാൻ ആർമി തന്നെ അടിച്ചൊതുക്കി അഫ്ഗാനിസ്ഥാനിലോട്ട് ഒരു മൂലയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരെ ഇവർ നാട് കടത്തുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലോട്ട് നിങ്ങൾ പൊക്കെ റെഫ്യൂജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറെ അപമാനിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ഇവരിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരൊരു ഫീൽ ഉണ്ട് ഈ ഒരു പഷ്തൂൺ റെജിമെന്റിന്. അപ്പൊ അതുകൊണ്ട് അവരെ ട്രസ്റ്റ് വർത്തിയായിട്ട് കൂടെ കൂട്ടിക്കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ പറ്റില്ല, നമ്പർ 1. പിന്നെ ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ, ഈ ഒരു പഷ്തൂൺ റെജിമെന്റുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റിലുള്ള ആൾക്കാരാണ് ഈ TTP എന്നൊക്കെ പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ ആർമിക്ക് അവിടെ ചെറിയൊരു വിഷയമുണ്ട് ഈ ഒരു പഷ്തൂൺ റെജിമെന്റുമായിട്ട് നോർത്തേൺ സൈഡിൽ. ഇനിയിപ്പോ സദൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബലൂച്ച് റെജിമെന്റ് എന്ന് പറഞ്ഞ റെജിമെന്റ് ഉണ്ട്. അപ്പൊ ഈ ബലൂച്ച് റെജിമെന്റ് എന്ന് പറഞ്ഞത് ഈ ബലൂചിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഈ ബലൂചിസ്ഥാനികൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അവർ ജെന്യൂൻ ആയിട്ട് അവരെ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ബലൂച്ച് റെജിമെന്റിനെയും ചേർക്കാൻ പറ്റുന്നില്ല, പഷ്തൂൺ റെജിമെന്റിനെയും ഇപ്പൊ ഇവർക്ക് ചേർക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ അടുത്തുള്ളത് സിന്ധ് റെജിമെന്റ് ആണ്.
ഈ സിന്ധ് റെജിമെന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധ് റെജിമെന്റ് ഓൾറെഡി തന്നെ അവര് ഞങ്ങൾക്ക് സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരും ചെറിയ വിയോജിപ്പുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിന്ധ് റെജിമെന്റ്. അപ്പൊ അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് ഈ ഒരു സിന്ധ് റെജിമെന്റിനെയും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ആകെ ഇനിയിപ്പോ ബാക്കിയുള്ളത് പഞ്ചാബ് റെജിമെന്റ് ആണ്. ഈ പഞ്ചാബ് റെജിമെന്റ് മാത്രമാണ് ഇനിയിപ്പോ ഇതിനകത്ത് മുന്നോട്ട് പോകേണ്ടത്. പഞ്ചാബ് റെജിമെന്റിനാണെങ്കിൽ അവരുടെ ദേശീയതയെക്കാളും അവർക്ക് ഇപ്പൊ കൂടുതൽ വന്നിരിക്കുന്നത് പേടിയാണ്. ഈ പേടി ഒറ്റൊരു റെജിമെന്റേ ഉള്ളൂ. ഇവർ എങ്ങനെയാണ് മുന്നോട്ട് പോയി ഈ ഒരു കൺഫ്രന്റേഷൻ ചെയ്ത് ഈ ആൾക്കാരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആർമിയിലുള്ള ഇന്റർണൽ ഇഷ്യൂസ്. ഇന്റർണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ബൈ നാച്ചറായിട്ട് ക്രിയേറ്റ് ആയി വന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഈ ഏച്ച് കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ പരിതാപകരമായ അവസ്ഥയിലാണ്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ട്രെയിനൊക്കെ മോചിപ്പിച്ചു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഫാക്ട്, ഇതാണ് ഫാക്ട്. ഇപ്പോഴും ഈ BLAയുടെ പിടിയിൽ തന്നെയാണ് കുറച്ച് പേര് ബന്ദികളായിട്ട് ഉള്ളത്. സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് SSG എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ആർമിയിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്രിഗേഡ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. ആ സ്പെഷ്യൽ ഗ്രൂപ്പിനെയാണ് ഇപ്പൊ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയത്തില്ല. ചർച്ച നടത്തിയാൽ മാത്രമേ ഇതിനൊരു തീരുമാനമാവുള്ളൂ. ഇതിൽ BLA ഒരു ആക്ട് ചെയ്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഈ ഒരു പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ ബലൂച്ച് മേഖലയിൽ നിന്ന്. ഇവരെ ആരും ഇവർ ജീവനോടെ തിരിച്ചുവിടാറില്ല. ഈ ആർമി ഉദ്യോഗസ്ഥരെ പിടിച്ചു വെച്ചിരിക്കുന്നത് ബാർഗൈൻ ചെയ്യാനാണ്. ബാർഗൈൻ ചെയ്ത് ജയിലിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ബലൂചിസ്ഥാനികളെ രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിന് ഒറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനികൾ ഉദ്ദേശിക്കുന്നത് ചർച്ചയ്ക്ക് വരിക എന്നുള്ളതാണ്. അവർ ചർച്ചയ്ക്ക് വരിക, ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള മാർഗങ്ങളാണ് പാകിസ്ഥാൻ ആർമി ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പരാജയപ്പെടും. അത് ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന്റെ പ്രതീകമായിട്ടാണ് 60-ലേറെ ആർമി ഉദ്യോഗസ്ഥർ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു മീഡിയ ചർച്ച കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ ചില ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാർ പറയാണ് ഇന്ത്യയാണ് ഈ രീതിയിലുള്ള ആക്ട് ഒക്കെ ഈ ബലൂചിസ്ഥാനികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ത്യയില് ഈ ട്രെയിൻ മറിച്ചിടുന്നത് പോലെ കുറെ അപകടങ്ങളൊക്കെ ഇപ്പൊ തുടരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇന്ത്യക്കാണ് ഇതിൽ നല്ല രീതിയിലുള്ള എക്സ്പേർട്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയാണ് ഈ ബലൂചിസ്ഥാനികളെ പഠിപ്പിച്ചത് എന്ന നിലയിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ടെലിവിഷൻ ചാനലിൽ നിന്ന് വിളിച്ച് പറയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തം പറയാണ് നമ്മൾ ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ തിരിച്ച് ഇതേപോലെ ആക്രമണങ്ങൾ നടത്തണം, ഇന്ത്യക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പോഴും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഇന്ത്യക്കെതിരെയുള്ള വികാരം പാകിസ്ഥാന്റെ ഉള്ളിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കെ പാകിസ്ഥാന്റെ ആർമിയിൽ നിന്നൊരു ടീം ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൺസേൺ ഇന്ത്യയാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബംഗ്ലാദേശിലെ ഈ ഒരു പാകിസ്ഥാൻ ആർമി വിസിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ വാർത്തകൾ വരെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇവര് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കൂ, അവരെങ്ങനെ ഇരിക്കുന്നോ ആ രീതിയിൽ മാത്രമേ ആ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ അവരെന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദ പട്ടികയിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൽ അവർക്ക് നമ്പർ 2 ആയിട്ട് ഇപ്പൊ ഇതുവരെ ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ആക്രമണം കൂടെ നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അടുത്ത വർഷം ഈ ഒരു ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് ആകുമ്പോഴത്തേക്കും അവര് നമ്പർ 1 ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇന്ത്യ നല്ല കോമ്പാക്ട് ആയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. FATF നിന്നും അടുത്ത പണി ഇന്ത്യ കൊടുക്കും. ഇനി 5ന്റെ പൈസ ലോൺ എവിടെ നിന്നും തന്നെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ പാകിസ്ഥാൻ മാറി തീരും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.